ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറും 2 തലയണ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കാലുകളിൽ കെട്ടി നിൽക്കുന്ന രക്തത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു 3 എക്സസൈസ് ആണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ധാരാളം ആളുകളുണ്ട് കിച്ചണിലൊക്കെ കുറെ നേരം നിൽക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് കാലുകളിൽ നന്നായിട്ട് നീര് വന്ന് വരിക, കാലിന്റെ കണ്ണീര് ഭാഗത്തൊക്കെ നന്നായിട്ട് നീര് വരിക, അല്ലെങ്കിൽ ചില ആളുകളുടെ കാലിന്റെ മുട്ടിന്റെ പിന്നിലായിട്ട് ഇത്തരത്തിൽ നീല കളറിലുള്ള ഞരമ്പുകൾ ഇങ്ങനെ തടിച്ചു നിൽക്കാറുണ്ട്. കുറെ ആളുകൾക്ക് സിവിയർ ആയിട്ടും കണ്ടുവരാറുണ്ട് കേട്ടോ, വെരിക്കോസ് വെയിന്റും അതുപോലെ തന്നെ സ്പൈഡർ വെയിന്റ് പ്രശ്നങ്ങളൊക്കെ. ഇത്തരത്തിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാനിവിടെ വലിയ വലിയ മെഷീൻസോ അല്ലെങ്കിൽ വലിയ ധാരാളം എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് വെറും 2 തലയണ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. സിമ്പിൾ ആണെന്ന് വിചാരിക്കേണ്ട, അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഇപ്പൊ അടുത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എത്ര വട്ടം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് ഒരു വീഡിയോയിലേക്ക്. ഈ ഒരു എക്സസൈസിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് 6 അടി വീതിയിലുള്ള ഒരു ചുമര്. കാരണം നമ്മൾ ഈ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് കാലുകളൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയൊരു റൂമിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 6 അടി വീതിയിലുള്ള ഒരു ചുമര് നമുക്ക് വേണം. അതിന്റെ അടിയിൽ നമ്മൾ ചുമരിന്റെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ചുമരിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് വിരിക്കാനായിട്ട് നോക്കുക. നേരിട്ട് നമ്മൾ നിലത്ത് കിടക്കുമ്പോഴല്ലോ തണവടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. പിന്നെ നേരെ നമ്മളൊരു യോഗ മാറ്റ് വിരിച്ചിട്ട് ചുമരിനോട് ചേർത്ത് തന്നെ നമ്മൾ 2 തലയണ നിങ്ങൾ എടുക്കുക. 2 തലയണ ഓരോന്നിന്റെ മുകളിൽ ഓരോന്ന് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിന്റെ മുകളിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിടക്കുമ്പോൾ തലയണയുടെ മുകളിലായിട്ട് നമ്മുടെ ബട്ടക്സിന്റെ ഏരിയ നിങ്ങൾ വെക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ അതിന്റെ മുകളിലായിട്ട് നിങ്ങൾ വെക്കുക. ശേഷം നമ്മുടെ 2 കാലുകളിലും ചുമരിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ കിടക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഭാഗത്തേക്ക് പ്രഷർ വരാനായിട്ട് പാടില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബട്ടക്സ് തലയണയുടെ മുകളിലായിട്ട് വെക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു പൊസിഷനിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡിയും അതുപോലെ തന്നെ കാലുകൾ നന്നായിട്ട് റിലാക്സ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ പെൽവിക് ഏരിയ ഉണ്ടല്ലോ, അതായത് ഈ ഒരു അരഭാഗം കുറച്ചും കൂടി ഓപ്പൺ ആകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കിടക്കുമ്പോണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് തല കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ തലയിൽ ഒരു ഹെവിനെസ് പോലെ തോന്നുകയാണെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ കാലുകളിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ അപ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമാണിത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണ്, തലയ്ക്ക് ഒരു ഹെവിനെസ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പൊസിഷൻ, അതായത് കാലുകൾ മുകളിൽ നിന്ന് താഴേക്ക് വെക്കുക. പെട്ടെന്ന് ചെയ്യരുത്, വളരെ പതുക്കെ മാത്രം നിലത്ത് വെച്ചിട്ട് കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കുക. ഒരു 30 സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് ഒന്ന് നോർമൽ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വീണ്ടും വരാനായിട്ട് നോക്കുക. കുറച്ച് ദിവസങ്ങൾ എടുക്കും ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാലുകളുടെ മുകളിൽ വെച്ചുല്ലോ, ഈ ഒരു പൊസിഷനിൽ നിന്ന് കാലുകൾ നന്നായിട്ട് വൈഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വൈഡ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ വൈഡ് ചെയ്യുക. നന്നായിട്ട് വൈഡ് ആക്കിയതിന് ശേഷം നമ്മുടെ കാലുകളുടെ വിരലുകൾ ഉണ്ടല്ലോ, പുറത്തെ വിരലുകൾ ഉള്ളിലേക്ക് നമ്മുടെ ഫേസിന്റെ ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയായിട്ട് ഉള്ളിലേക്ക് ഫേസിന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. വീണ്ടും കാലുകൾ നന്നായിട്ട് വൈഡ് ആക്കുക. നമ്മുടെ കാലിന്റെ വിരലുകൾ നമ്മുടെ ഫേസിലേക്ക് ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. വീണ്ടും വൈഡ് ആക്കുക, കാലിന്റെ വിരലുകൾ ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ചെയ്യേണ്ടത് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ. ആദ്യം നിങ്ങൾ പതുക്കെ പതുക്കെ 1 മിനിറ്റ് വരെ ചെയ്താൽ മതി. ശേഷം പതുക്കെ പതുക്കെ 2 മിനിറ്റിലേക്ക് അത് കൊണ്ടുപോവുക. ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം 2 മിനിറ്റ് നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലുകളിലൊക്കെ കെട്ടി നിൽക്കുന്ന ഈ ബ്ലഡ് ഉണ്ടല്ലോ, പതുക്കെ പതുക്കെ സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ട് തുടങ്ങും. ഈ ബ്ലഡ് നമ്മുടെ അപ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിലൂടെ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ
അതായത് വൈഡ് ആക്കിയിട്ട് സ്ട്രെച്ച് ചെയ്ത് ബാക്ക് ടു നോർമൽ, ഈ ഒരു കാര്യം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റ് കഴിയുമ്പോഴേ നിങ്ങൾ പെട്ടെന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് പോകുന്നു വേണ്ട. നിങ്ങളൊരു 30 സെക്കൻഡ് നമ്മുടെ കാലുകൾ ഇങ്ങനെ തന്നെ മുകളിൽ ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു വെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കാലുകളിൽ കുറച്ചൊരു ഹെവിനെസ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കുക, വളരെ പതുക്കെ. അതായത് കാലുകൾ കുറച്ചു നേരം ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു 30 സെക്കൻഡ് നിൽക്കുക. 30 സെക്കൻഡിന് ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലുകൾ ചുമരിലാണല്ലോ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നത്, ചുമരിലല്ല വെക്കേണ്ടത്. കുറച്ചു നേരം നമ്മൾ ഒന്ന് മുകളിലേക്ക് ഒന്ന് കിടന്നതിന് ശേഷം നമ്മുടെ കാലുകൾ ഒരു 90 ഡിഗ്രി നമ്മുടെ ബോഡിനോട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 90 ഡിഗ്രിയിൽ വെക്കുക. ശേഷം കാലുകൾ നന്നായിട്ട് വൈഡ് ചെയ്ത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ എത്രത്തോളം വൈഡ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം വൈഡ് ആക്കിയതിനു ശേഷം സർക്കിൾ ചെയ്യുക കാലുകൾ കൊണ്ട്. ഒരു 30 സൈക്കിൾ നിങ്ങൾ സർക്കിൾ ചെയ്യുക ക്ലോക്ക് വൈസ്, ഒരു 30 സൈക്കിൾ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ഗ്രോയിൻ ഏരിയ ഉണ്ടല്ലോ, ഗ്രോയിൻ ഏരിയ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആവുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ എക്സസൈസ്. വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ എക്സസൈസിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലുകൾ ചുമരിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു 30 സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കുക. വീണ്ടും നമ്മുടെ ബാക്ക് ടു നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് വരിക. മൂന്നാമത്തെ എക്സസൈസ് ചെയ്യുന്നതാണ് ബൈസൈക്കിൾ മൂവ്മെന്റ്. അതായത് നമ്മൾ നേരെ നിവർന്ന് കിടക്കുക, കിടന്നതിന് ശേഷം കാലുകൾ മുകളിലേക്ക് ആക്കിയിട്ട് സൈക്കിൾ ചവിട്ടുന്നത് പോലെ നമ്മുടെ കാലുകൾ മുന്നോട്ടേക്ക് ഇങ്ങനെ ചവിട്ടുക. ഇതാണ് നിങ്ങളൊരു 30 സെക്കൻഡ് ചെയ്യേണ്ടത് കേട്ടോ. മുന്നോട്ടേക്ക് നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ ഒരു 30 സെക്കൻഡും, 30 സെക്കൻഡിന് ശേഷം റിവേഴ്സ് ആയിട്ട് നിങ്ങൾ ചവിട്ടാനായിട്ട് നോക്കുക. അതായത് മുന്നോട്ടേക്ക് ഇങ്ങനെ ചവിട്ടി റിവേഴ്സ് ആയിട്ട് നിങ്ങൾ ഒരു 30 സെക്കൻഡ് ചവിട്ടാനായിട്ട് നോക്കുക. അപ്പൊ 30 സെക്കൻഡ് മുന്നോട്ടും 30 സെക്കൻഡ് പിന്നോട്ടും, അങ്ങനെ ടോട്ടൽ ഒരു മിനിറ്റ് ആണ് നിങ്ങൾ മൂന്നാമത്തെ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നായിരിക്കും, പക്ഷെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാലുകൾക്ക് ചെറിയൊരു പ്രഷർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സിമ്പിൾ ആണ് പക്ഷെ. അപ്പൊ ഈ ഒരു 3 എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 30 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. എഗെയിൻ നിങ്ങൾക്ക് കാലുകൾ വേണമെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ നിവർത്തി വെക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പല ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതാണ് കാലിന്റെ പാദങ്ങൾ അല്ലെങ്കിൽ കാലിന്റെ ഭാഗം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യും. ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. കാരണം കാലുകളിലുള്ള ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു എന്നതിന്റെ ഒരു ലക്ഷണമാണത്. അപ്പൊ പേടിക്കൊന്നും വേണ്ട, അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ചാടി എഴുന്നേക്കരുത്. കാലുകൾ പതുക്കെ നമ്മുടെ തറയിൽ ഇങ്ങനെ കുറച്ചു നേരം പാദങ്ങൾ ഇങ്ങനെ വെക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കിടക്കുക. റൈറ്റ് സൈഡിൽ കിടന്നിട്ട് പതുക്കെ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് എഴുന്നേക്കരുത്. ഇനി ബെസ്റ്റ് ടൈം ഏതാണ്? ഈ 3 കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സമയം നോക്കുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റില് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയിട്ട് വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സമയം. ഇനി ഒരു ഈവനിങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈവനിങ് ടൈമിൽ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാം. അതുപോലെ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അത്രയൊരു ഗ്യാപ്പ് നിങ്ങൾ വെക്കാനായിട്ടും കൂടി നിങ്ങൾ നോക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ കുറച്ച് സമയത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ സമയം കൂട്ടാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും കുറെ സമയം തന്നെ ആദ്യത്തെ ഒരു ദിവസം ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരത്തിൽ ആ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിനും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ആദ്യമായിട്ട് തല കറങ്ങുന്നത് പോലെ, തലയ്ക്കൊരു കനം പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പേടിക്കൊന്നും വേണ്ട. പിന്നെ മെയിൻ ആയിട്ട് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? കൺസിസ്റ്റൻസി. എന്നും നിങ്ങൾ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ മുടങ്ങാതെ ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ നിങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ രാത്രി, ദിവസത്തിൽ 2 വട്ടമായിട്ട് നിങ്ങൾ ചെയ്യുക. രാവിലെ നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ കാലുകൾ കുറച്ചൊന്ന് റിലാക്സ് ആകാനും കാലുകൾക്ക് കുറച്ചൊരു എനർജി നൽകാനും വളരെയധികം നല്ലതായിരിക്കും. രാത്രി നിങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ രാവിലെ മുഴുവൻ നമ്മുടെ കാലുകൾക്ക് കുറച്ചൊരു നീരൊക്കെ വന്നിട്ടുണ്ടാകും രാത്രിയാകുന്ന സമയത്ത്. ആ കാലുണ്ടാകുന്ന നീരിനെയും ക്ഷീണത്തിനൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് രാത്രി നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ ഈ 2 കോമ്പിനേഷൻ 2 നേരം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ നോക്കും. ഇനി ഇതിന്റെ ഒരു റിസൾട്ട് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നേരെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ മുട്ടിന്റെ താഴേക്കുള്ള ഭാഗത്തേക്ക് കുറച്ച് നമ്മൾ ഇളം ചൂടുവെള്ളം, വല്ലാതെ ചൂട് വേണ്ട, ഇളം ചൂടുള്ള വെള്ളം കാലിന്റെ മുട്ടിന്റെ ഭാഗത്തേക്ക് താഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക.
ശേഷം ഒരു 15 സെക്കൻഡ് തണുത്ത വെള്ളം, വല്ലാതെ തണുപ്പ് വേണ്ട, ഒരു മീഡിയം തണുപ്പിലുള്ള വെള്ളം 15 സെക്കൻഡ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ 3 റൗണ്ട് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഇളം ചൂടുവെള്ളം, പിന്നെ തണുത്ത വെള്ളം, പിന്നെ ഇളം ചൂടുവെള്ളം, പിന്നെ തണുത്ത വെള്ളം. അങ്ങനെ നിങ്ങൾ 3 റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നിർത്തില്ലേ, ആ നിർത്തുന്നത് തണുത്ത വെള്ളത്തിലായിരിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ നിർത്തുന്നത് തണുത്ത വെള്ളത്തിലായിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാട്ടർ തെറാപ്പിയാണിത്. ഈ ഒരു വാട്ടർ തെറാപ്പി ചെയ്യുന്നതിലൂടെ നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആകാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ BP നന്നായിട്ട് ഷൂട്ടായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു എക്സസൈസും അതുപോലെ തന്നെ ഈ പറയുന്ന വാട്ടർ തെറാപ്പിയും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു എക്സസൈസ് മുടങ്ങാതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് 2 നേരം ചെയ്തു വരികയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ കാലുകളിൽ ഉണ്ടാകുന്ന കഴപ്പ്, നീര്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു 2 മുതൽ 3 ആഴ്ച വരെ നിങ്ങൾ മുടങ്ങാതെ ചെയ്തു വരികയാണെങ്കിൽ സ്പൈഡർ വെയിൻസ്, ഇപ്പൊ കാലുകളിൽ അധികം സ്പൈഡർ വെയിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അത് ഫെയ്ഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ വെയിൻസ് ഒക്കെ നന്നായിട്ട് തടി കൂടി നിൽക്കുകയാണ്, അതായത് തടിച്ചിട്ടുള്ള വെയിൻസ് ഒക്കെയാണ്, കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുക്കും അത് മാറാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ദിവസവും 2 നേരം നിങ്ങൾ ചെയ്തു വരാനായിട്ട് നോക്കുക. നല്ലൊരു മാറ്റം എന്തായാലും കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയില്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.